കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ. രാവിലെ ഒരുങ്ങി എവിടെ പോണു? കല്യാണം വല്ലതും ഉണ്ടാ? കല്യാണമൊന്നുമില്ല, നമ്മുടെ പറമ്പിലല്ലേ തൊഴിലുറപ്പ്, എല്ലായിടത്തും അതിന്റെ കണ്ണത്തല്ലേ. പെണ്ണുങ്ങളെയും മമ്മട്ടിയും ഇരിക്കണം എന്നുള്ള ഓർമ്മ വേണം. നീ വരുമ്പോ. ആഹാ, ശാന്ത ഫോട്ടോ എടുക്കാൻ പോവുകയാണാ? ഒരു മിനിറ്റ്. ഇനി എല്ലാരും ഇറങ്ങിക്കോ. എടി ഞാൻ ഇച്ചിരി ഇരിക്കട്ടെ, എനിക്ക് മുട്ടുവേദന കൊണ്ട് മേലടി. മുട്ടുവേദന ഇവർക്ക് വീട്ടിൽ ഇരുന്ന പോരായിരുന്നു. ആ എല്ലാരും ഉണ്ടല്ലോ. ശാന്ത നീ ക്ഷീണിച്ചു പോയല്ല. ആ പ്രകാശ നീ ഞാനും ഉണ്ട്, എന്റെ ഭാര്യയുണ്ട് തൊഴിലുറപ്പിന്. ഞങ്ങൾ രണ്ടുപേരും കൂടിയേ നിക്കത്തുള്ളൂ. എടി തൊഴിലുറപ്പിന്റെ പേരൊക്കെ മാറ്റിയടി. ഇപ്പൊ എന്നാ പേരാ ചേച്ചി? പിന്നെ 5ാം ക്ലാസ്സും കുറിച്ചായിട്ടാണ് എനിക്ക് എന്നാ പറയാ. പുതിയ പേരെന്നാ? VVG റാംജി. 10 വർഷം പഠിച്ചതിന്റെ അഹങ്കാരം. എന്റെ ഒക്കെ കേട്ടാ, ഞാൻ വരമ്പെടുത്ത് തീർന്ന് ഇനി വരമ്പും വെച്ച് ഒക്കെ ഞാൻ ഇരിക്കാൻ പോയി. ആ പാടി അവളിരിക്കണമെങ്കിൽ നമുക്ക് ഇരിക്കാൻ പാ. എടി ഇച്ചിരി വെള്ളം എടുത്ത്. ശാന്ത എന്നാ വെള്ളം? ശാന്തക്ക് മാത്രമേ വെള്ളം കൊടുക്കുള്ളൂ. ചേച്ചി ഇതിലെ എന്റെ പെണ്ണെന്താ പണിക്ക് വരാത്ത? അവിടെ മരുമകളെ പ്രസവം കഴിഞ്ഞപ്പോഴത്തേക്ക് നിൽക്കണത് പിന്നെ ചിരിയും കരച്ചിലും ഒക്കെയാണ്. വട്ടാണ്? വട്ടല്ല, ഡിപ്രഷൻ. ചോറ് കൊണ്ടുവരാത്തവര് പറഞ്ഞാൽ മതി കേട്ടോ. മത്തിക്കറിയും കാബേജ് തോരനും ഉണ്ട്. പുള്ളിക്ക് ഇത് തോരൻ വെച്ച് കൊടുക്കണമായിരുന്നു നല്ലത്. ഇയാള് കെട്ടുവെള്ളം പോലത്തെ മീശയും കടിച്ചു പിടിച്ചോണ്ട് എന്തിനു വന്നിരിക്കുക? എന്നെ നോക്കി എങ്ങാനും മീശ വരിക്കാൻ ചവറ് കത്തിക്കുന്ന കൂട്ടത്തിൽ മീശ കൂടി കത്തിച്ചോളെ കേട്ടാ. കൂടി ശാന്തേ, മണിയൻ ചാകാറായി. മിക്കവാറും മണിയനെ ഞാൻ കൊല്ലും. ഇനി അഞ്ചടി ചായ വേണം, ഒരെണ്ണത്തിന് മധുരം വേണ്ട കേട്ടോ. അത് ശാന്തക്കാണ്. എഴുന്ന് നോക്കിയടി, ഇതെന്നാ ഗരുഡനാ? അമ്മയുടെ ഫോൺ എന്തേ? ഫോണോട് മാറ്റി വെച്ചിരിക്കല്ലേ, ഫോൺ കൊണ്ടാണോ പണി ചെയ്യണ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവാ? വീണ്ടും താക്കോലൂടെ ഫോൺ ഇതിനകത്ത് പൊതിഞ്ഞു കിട്ടി വെച്ചാൽ വിളിച്ചങ്ങനെ കേൾക്കും. ഇവിടെ കറണ്ട് ബില്ല് അടക്കണ ലാസ്റ്റ് ലേറ്റ് ആണ്. ഇന്ന് മിക്കവാറും ഇരുട്ടത്ത് കിടക്കേണ്ടി വരും. 2300 കറണ്ട് ബില്ല്. നേരം വിളിക്കളം ഫാനും ഇടും, ഡെയിലി തേക്കുകയും ചെയ്യും. ഞങ്ങളുടെ വീട്ടിലെ പോലെ സോളാർ മേടിച്ച് വെച്ച് 100 രൂപയൊക്കെ കറണ്ട് ബില്ല് വന്നുള്ളൂ. അതിനൊക്കെ ഒരു ആശാകല്ലേ പെണ്ണെ. 10-28,000 രൂപ ഗവൺമെന്റ് സബ്സിഡി കിട്ടുകയും കറണ്ട് കിടക്കണ കാശ് കൊണ്ട് EMI അടച്ചാൽ മതി. വീട്ടിൽ വെച്ചവർ തന്നെയാണ് സിന്ധുവിന്റെ വീട്ടിൽ വെക്കുന്നത്. പിള്ളേരുടെ പറഞ്ഞാൽ മതി നോക്കാൻ. സോളാർ എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളൊരു 30 വർഷത്തേക്ക് ഒരു കൺസെപ്റ്റിലാണ് എല്ലാവരും സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്കിൽ മെറ്റീരിയൽ ക്വാളിറ്റി കൂടി നോക്കാറുണ്ട്. നമ്മൾ തരുന്ന കൊട്ടേഷൻ ആണെങ്കിൽ പോലും ഒരു ഇൻവെർട്ടർ മുതൽ സ്ക്രൂ വരെയുള്ള A to Z കാര്യങ്ങളും അതിൽ കാണിച്ചിട്ട് തന്നെയാണ് നമ്മൾ തരുന്നത്. അപ്പോൾ നാളെ നമുക്കൊരു ഇഷ്യൂസ് വരത്തില്ല, നിങ്ങൾ പറഞ്ഞ സാധനമല്ല വെച്ചത് എന്നുള്ളൊരു പേരും വരത്തില്ല. ഈ സോളാർ കാര്യം നമ്മൾ നേരത്തെ ആലോചിക്കണ്ടായിരുന്നല്ലേ? ഈ ടീം സെറ്റാണല്ലോ.